ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നിയമസഭയിൽ സംഘർഷം. അൻവർ സാദത്ത് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറി. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സ്പീക്കർ സഭയിൽ നിന്ന് മടങ്ങി. ശരണം വിളിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ പ്രതിപക്ഷം പേക്കൂത്ത് കാണിക്കുകയാണെന്ന് ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. വിമർശിച്ചു. പ്രതിപക്ഷം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് എം.പി. രാജേഷ് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വഴിമുടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. സഭ ആരംഭിച്ച അന്ന് മുതൽ ഇപ്പോൾ എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കും. പാർലമെന്ററി മിനിസ്റ്റർ യെസ് പ്ലീസ് പ്ലീസ് ബാനർ താത്തില്ല, ബാനർ പിടിച്ചു മാറ്റും. യെസ് 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 പാർലമെന്ററി മിനിസ്റ്റർ യെസ് ഈ പ്രതിപക്ഷം ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർ. വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്നൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത്. എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. ശ്രീ ടി.പി. രാമകൃഷ്ണൻ സർ, കേരളത്തിന്റെ ഒരു വികസനവും അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇവിടെ UDF തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ സഭയിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളെല്ലാം. ഇത് ജനങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാവി കേരളത്തിന്റെ താല്പര്യത്തെ മുൻനിർത്തി ആവശ്യമായ നിലപാടുകൾ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാറേ, സഭ ആരംഭിച്ച അന്ന് മുതൽ ഈ ബാനറും കൊണ്ട് സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വയ്ക്കുകയാണ്. സാർ, അവരുടെ ആവശ്യം എന്താണ് സാർ? ഒരു ആവശ്യം വേണമെന്നില്ല സാർ. യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, സംരക്ഷിക്കുന്ന ആരപ്പ, സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വെക്കേണ്ടത്. സാർ, വിജിൻ വായന്തോടെ കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന്. വിജിൻ, എന്താണ് ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നം? അതായത് നിയമസഭയിലെ ചോദ്യോത്തരവേള ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സഭാ കവാടത്തിൽ തങ്ങൾ നടത്തുന്ന സത്യാഗ്രഹ സമരം അത് സഭയ്ക്കകത്തേക്കും തങ്ങൾ ഉയർത്തുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അതിനുശേഷമാണ് വലിയ പ്രതിഷേധം സഭയിൽ നടന്നത്. ചോദ്യോത്തരവേള ആ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പ്രതിപക്ഷം ബാനർ ഉയർത്തി പ്ലക്കാർഡുകളുമായി സ്പീക്കറുടെ ചേംബറിലേക്ക് എത്തുകയും സ്പീക്കറുടെ ഡയസിന് തൊട്ടു താഴെയായി വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. പലവട്ടം സീറ്റിലേക്ക് പോകാൻ സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം വഴങ്ങിയില്ല. സ്പീക്കറുടെ മുഖം മറയ്ക്കരുത് എന്ന ആവശ്യമാണ് ഭരണപക്ഷം ഉയർത്തിയത്. എം.പി. രാജേഷാണ് ഇക്കാര്യത്തിൽ നിരന്തരമായ പ്രതിഷേധം ഇങ്ങനെ നടത്തുകയാണ്. അതിന് പ്രധാന കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഉൾപ്പെടെ പ്രതിപക്ഷത്തിന് ഏറ്റ തിരിച്ചടിയാണ്. ആ ജാള്യത മറക്കാനാണ് പ്രതിപക്ഷം ഇത്തരം സമരങ്ങളുമായി നിയമസഭയ്ക്കകത്ത് എത്തുകയും അത് നിയമസഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള ആരോപണമാണ് എം.പി. രാജേഷ് ഉയർത്തിയത്. അതിനുശേഷമാണ് മന്ത്രിമാരും ഒപ്പം തന്നെ ചോദ്യോത്തരവേള തുടങ്ങുകയും മന്ത്രിമാർ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി. ശിവൻകുട്ടി വീണ്ടും പ്രതിപക്ഷത്തിന് നേരെ ആരോപണവുമായി രംഗത്തെത്തി. വി. ശിവൻകുട്ടി വ്യക്തമാക്കിയത് സഭ തുടങ്ങിയ ഘട്ടം മുതൽ സ്വർണം കെട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന ഫ്ലക്സാണ് ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ബാനറാണ് ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയല്ല വേണ്ടത്. സ്വർണം കെട്ടവരാരപ്പ, ഇത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്നാണ് മാറ്റേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തേക്കാണ് സ്വർണം കെട്ടവരും ഒപ്പം തന്നെ സ്വർണം വാങ്ങിയവരും ഒക്കെ എത്തിയത്. തങ്ങൾക്കല്ല ഉത്തരവാദിത്വം, അത് പ്രതിപക്ഷത്തിനാണ് എന്നുള്ള നിലപാട് വി. ശിവൻകുട്ടി സ്വീകരിച്ചു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പ്രധാനമായും വ്യക്തമാക്കിയത് SIT അന്വേഷണം ഇപ്പോൾ ഇഴയുകയാണ്. പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു. ഇത് ഈ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അതിന്റെ പിന്നിലുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമാണ് SIT അന്വേഷണം ഇഴഞ്ഞു നീങ്ങാനും ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനും ഒക്കെ കാരണമായത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ഉന്നയിച്ചത്. അതിനിടയിൽ വി. ശിവൻകുട്ടി സംസാരിക്കുന്നതിനിടയിലാണ് അൻവർ സാദത്ത് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറിയത്. അതോടെ സ്പീക്കർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഒപ്പം തന്നെ വാച്ചാൻപാടുമാർ അൻവർ സാദത്തിനെ പിടിച്ചു മാറ്റുകയും ചെയ്തു. എന്തായാലും അസാധാരണ നടപടിയാണ്
സഭയിൽ ആ ഘട്ടത്തിൽ അരങ്ങേറിയത്. സാധാരണഗതിയിൽ സ്പീക്കറുടെ മുഖം പോലും മറക്കാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. അത്തരം സമരങ്ങൾ എല്ലാ ഘട്ടത്തിലും നടക്കാറുണ്ട്. പക്ഷേ സ്പീക്കർ ഡയസിലേക്ക് ചാടിക്കയറിയാൽ അത് ഗുരുതരമായ കുറ്റമായി കണക്കാക്കുന്നതാണ്. കാരണം ചെയറിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയറിനെ ആക്രമിക്കാൻ വരികയും ഒക്കെ ചെയ്യുന്ന നടപടിയാണ് നിലവിൽ എന്തായാലും അൻവർ സാദത്തിന്റെ ഭാഗത്തുണ്ടായത്. അതിൽ ഇനി ഒരുപക്ഷെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സസ്പെൻഷൻ നടപടി ഒക്കെ ഭരണപക്ഷം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ സസ്പെൻഷനിലേക്ക് പോകുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും സഭ അല്പസമയം നിർത്തിവെച്ച ശേഷം ഏകദേശം 21 മിനിറ്റിന് ശേഷം ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോഴും വലിയ പ്രതിഷേധം നടക്കുകയാണ്. പ്രതിപക്ഷ അംഗങ്ങളെ ഇപ്പോൾ വാച്ച് ആൻഡ് വാർഡുമാരെ കൂടുതൽ ആളുകളെ ഉയർത്തി തടയുകയാണ്. ഇപ്പോൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച ആളുകളെ MLA-മാരെ ഇപ്പോൾ വാച്ച് ആൻഡ് വാർഡുമാർ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധം ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ് സഭയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അസാധാരണ നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. മന്ത്രി പി രാജീവാണ് സഭ ആരംഭിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് മറുപടി നൽകിയത്. സ്വർണം കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉയർത്തിയ വിമർശനം അത് പ്രതിപക്ഷത്തിനെതിരെയാണ്. കാരണം ഈ അന്വേഷണം വഴിമുട്ടിക്കാനുള്ള നീക്കം, അതിനെ വഴിതിരിച്ചിടാനുള്ള നീക്കം അത് ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് അത് പ്രതിപക്ഷത്തിന് എതിരായ ആരോപണമാണ് കോടതി ഉയർത്തിയതെന്നാണ് മന്ത്രി പി രാജീവ് അല്പസമയം മുമ്പ് മറുപടി നൽകിയത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത്. കൂടുതൽ വാച്ച് ആൻഡ് വാർഡുമാരെ എന്തായാലും സ്പീക്കർ ഇപ്പോൾ സഭക്കകത്ത് യോജിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി പ്രതിപക്ഷ സമരം സഭയുടെ ഡയസിലേക്കോ മറ്റോ ഉയർന്നാൽ അവരെ നിയന്ത്രിക്കാനുള്ള വാച്ച് ആൻഡ് വാർഡുമാരെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും അസാധാരണ നീക്കങ്ങൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള പ്രതിഷേധം ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷം ഉയർത്തുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ പാർട്ടി യോഗം ചേർന്ന് പ്രതിപക്ഷം തീരുമാനത്തിലെത്തിയിരുന്നു. അതിനുശേഷമാണ് ചോദ്യോത്തര വേള മുതലുള്ള പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശൂന്യവേളയിലും വലിയ പ്രതിഷേധം അരങ്ങേറുന്നു എന്നുള്ളതാണ് നിയമസഭയിലെ കാഴ്ച. നിഷാദ്, നിയമസഭയ്ക്കകത്ത് അസാധാരണമായ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ SIT-യെ സർക്കാർ നിയന്ത്രിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധം അവരപ്പുറം കടന്നു പോവുകയും അൻവർ സാദത്ത് MLA, ആലുവ MLA സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നു വരികയും സ്പീക്കർ എഴുന്നേറ്റ് പോവുകയും ഒക്കെ ചെയ്തു. സഭാ നടപടികൾക്കകത്ത് അസാധാരണമായ രംഗങ്ങൾ കാണുകയാണ്. പ്രതിപക്ഷം ജനങ്ങളെ അപമാനിക്കുന്നുവെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസും സോണിയാഗാന്ധിയുമാണെന്ന് പറയുന്നു ശിവൻകുട്ടി. ഇത് വിജിൻ വായന്തോടിലേക്ക്. വിജിൻ, എന്താണ് ഇപ്പോഴും സമാനമായ സ്ഥിതി തുടരുകയാണോ അവിടെ?